ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 31 മുതൽ 36 വരെയുള്ള 6 ശ്ലോകങ്ങൾ നോക്കാം. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ. യജ്ഞശിഷ്ട അമൃതഭുജഃ യാന്തി ബ്രഹ്മ സനാതനം ന അയം ലോകഃ അസ്തി അയജ്ഞസ്യ കുതഃ അന്യഃ കുരു സത്തമാ. യജ്ഞശിഷ്ട അമൃതഭുജഃ, യജ്ഞം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ യജ്ഞത്തിനായിക്കൊണ്ട് സമർപ്പിച്ചതിന് ശേഷം ഉള്ള ആ അമൃതത്തെ ഭുജിക്കുന്നവൻ യാന്തി ബ്രഹ്മസനാതനം, അയാൾ ശാശ്വതമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ന അയം ലോകഃ അസ്തി അയജ്ഞസ്യ, യജ്ഞങ്ങൾ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ന അയം ലോകഃ അസ്തി, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ലോകം പോലും സുഖമായി ജീവിക്കാൻ കഴിയുന്നതല്ല. കുതഃ അന്യഃ, പിന്നെ എവിടുന്നാണ് ഇതിൽ നിന്ന് വിഭിന്നമായിരിക്കുന്ന അന്യലോകങ്ങളിൽ സുഖമായിരിക്കാൻ കഴിയുക? അതായത് യജ്ഞങ്ങൾ അനുഷ്ഠിക്കാത്ത ഒരാൾക്ക് ഇഹത്തിലും പരത്തിലും സുഖമുണ്ടാവുകയില്ല. ആരാണോ യജ്ഞഭാവനയോടുകൂടി സർവകർമ്മങ്ങളെയും സമർപ്പിക്കുന്നത്, അവർ ആ യജ്ഞത്തിൻ്റെ ശിഷ്ടമാകുന്ന അതിനുശേഷം വരുന്ന അമൃതത്തെ ഭുജിക്കുന്നവർ പരമമായ ബ്രഹ്മത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. എല്ലാ കർമ്മങ്ങളെയും ഈശ്വര സമർപ്പണമായി സങ്കല്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന ഒരു യോഗിക്ക് പരമമായ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നതാണ്. അതേസമയം അതിന് വിപരീതമായിട്ട് യാതൊരു യജ്ഞങ്ങളും അനുഷ്ഠിക്കാതെ എന്തെല്ലാം വിഭവങ്ങൾ തനിക്ക് ഇഹലോകത്തിൽ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം സ്വയമേവ തന്നെ ഭുജിക്കുന്നവനാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഹത്തിലും പരത്തിലും സുഖമുണ്ടാവുകയില്ല. ഇവിടെ 2 ധനികന്മാരുടേതായ ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. ഒരാൾ, അയാൾക്ക് വളരെയേറെ ധനം ഉള്ളത് തന്നെ സമീപിക്കുന്ന നിരാശ്രയരും നിരാലംബരുമായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി വളരെ ദയോടുകൂടി ധനം നൽകി അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് അവരെ ഉയർത്തിയെടുക്കുന്നു. മറ്റൊരു ധനികനാവട്ടെ തനിക്ക് കിട്ടിയതെല്ലാം സ്വയമേവ അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കുന്നതിനായി കൂട്ടിവെച്ച് അവസാനം അടുത്ത തലമുറ ഇയാളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ ധനം കവർന്നെടുക്കുന്നു. ആദ്യത്തെ ആൾ തനിക്ക് എത്രമാത്രം ധനമുണ്ടായാലും അവിടെ പൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് അയാൾ ദാനങ്ങൾ ചെയ്യുന്നത്. തനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം മതി, ബാക്കി മറ്റുള്ളവർ ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ദാനങ്ങൾ ചെയ്യുന്നത്. അയാൾ ആ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദവും അനുഭവിക്കുന്നു. അയാൾ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ ഫലമായിട്ട് പിന്നീടും അയാൾക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു. എന്നാൽ ആർക്കും ഒന്നും നൽകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ധനം കൂട്ടിവയ്ക്കുമ്പോഴെല്ലാം അയാളുടെ മനസ്സിൽ വലിയ ഭാരമാണ്. കാരണം വളരെയധികം ധനം ഒരാൾ കുന്നുകൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് മോഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ അത് തട്ടിപ്പറിച്ചെടുക്കുന്നതിന് ധാരാളം ആളുകൾ വന്നേക്കാം എന്നുള്ള ഒരു ആശങ്കയോടുകൂടി അയാൾ ജീവിക്കുമ്പോൾ തൻ്റെ ജീവിതം നരകതുല്യമാണെന്ന് അയാൾ അറിയുന്നില്ല. എന്നാലോ ഈ ധനമെല്ലാം അയാളിൽ നിന്ന് അപഹരിക്കുന്നതിനായിട്ട് ബന്ധുക്കളോ മക്കളോ ഒക്കെ ശ്രമിച്ചുകൊണ്ട് അയാളെ അപായപ്പെടുത്തുമ്പോൾ അയാൾക്ക് അന്യലോകങ്ങളിലും യാതൊരു സമാധാനവും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് നമുക്കെന്തെല്ലാം വിഭവങ്ങൾ ഇവിടെ ഈശ്വരാനുഗ്രഹം മൂലം ലഭിച്ചുവോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ളതല്ല. ഇത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ എല്ലാ പ്രകാരത്തിലും പരമപദത്തെ പ്രാപിക്കുവാൻ യോഗ്യനായിത്തീരുന്നു. അല്ലാത്തവർ നിരന്തരം ആശങ്കയോടുകൂടി ജീവിച്ചുകൊണ്ട് മരണതുല്യമായ ജീവിതത്തെ നയിക്കുന്നവരായിത്തീരും. അവർക്ക് സമാഹരിച്ച ആ ധനത്തെ സംരക്ഷിക്കുന്നതിനായി കൊണ്ട് ഒരുപക്ഷെ സ്വയം ശരീരം തന്നെ സമർപ്പിക്കേണ്ടതായി വന്നേക്കാം. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്ത്യയജ്ഞസ്യ കുതോന്യഃ കുരു സത്തമാ. ഏവം ബഹുവിധാ യജ്ഞ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ബഹുവിധാഃ യജ്ഞാഃ വിതതാ ബ്രഹ്മണോ മുഖേ ബ്രഹ്മണഃ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ഏവം ഇപ്രകാരം ബഹുവിധാഃ യജ്ഞാഃ പല പ്രകാരത്തിലുള്ള യജ്ഞങ്ങളെ ബ്രഹ്മണഃ മുഖേ വിതതാഃ ബ്രഹ്മമുഖത്ത് വിവരിക്കപ്പെട്ടിരിക്കുന്നു. കർമ്മജാൻ വിദ്ധി താൻ സർവാൻ അവയെല്ലാം കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടായവയാണ് എന്ന് അറിഞ്ഞാലും ഏവം ജ്ഞാത്വാ ഇപ്രകാരം അറിഞ്ഞു കഴിഞ്ഞാൽ വിമോക്ഷ്യസേ മോചിക്കാൻ അല്ലെങ്കിൽ മുക്തനാകാൻ അർഹതയുള്ളവനായിത്തീരുന്നു. അല്ലെങ്കിൽ ഇപ്രകാരം അറിഞ്ഞിട്ട് നീ മുക്തനാവുക എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു. ഇപ്രകാരം പല വിധങ്ങളിലുള്ള യജ്ഞങ്ങളെ ഒക്കെ ബ്രഹ്മമുഖത്ത് നിന്ന് നമുക്കായിക്കൊണ്ട് പറയപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ യജ്ഞങ്ങൾ എല്ലാം കർമ്മങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മോക്ഷപദം പ്രാപിക്കുവാൻ അർഹത സ്വയമേവ വന്നു ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ പല ആളുകളെയും കാണുന്നു. ഓരോരുത്തരുടെയും പ്രാവീണ്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യം പല മേഖലകളിലായിരിക്കും. അതെല്ലാം മനുഷ്യർക്ക് ഉപകാരപ്രദമായി തീരണം എന്ന ചിന്തയോടുകൂടിയും അല്ലാത്തതായും നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളുണ്ടാവും. ഒരേ അറിവ് തന്നെ ലോകനാശകരമായും ലോകരക്ഷാകരമായും വിനിയോഗിക്കാനായിട്ട് ഇന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു കർമ്മമാണോ മനുഷ്യരാശിയുടെ സുഖത്തിനായിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്നത് അവിടെ ഈശ്വരപ്രസാദം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ഏതൊരു കർമ്മമാണോ മനുഷ്യരാശിക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് ആ കർമ്മം പൂർണ്ണമായും നിന്ദ്യവും അത് നിർവഹിക്കുന്നവനെ അധോഗതിയിലേക്ക് നയിക്കുന്നതുമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ E=mc² എന്ന് പറയുന്ന സമവാക്യം കണ്ടെത്തി. ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഭാരതത്തിലെ തമിഴ്നാട്ടിലെ കൽപ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിച്ച് അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി ഒരു സംസ്ഥാനത്തിന് മുഴുവനും ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നു. അതേ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് പണ്ട് 2 അമേരിക്കൻ വൈമാനികർ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഓരോ ബോംബുകൾ കൊണ്ട് വർഷിച്ചു. അത് ആ രാജ്യത്ത് വിവരണാതീതമായ ദുരന്തങ്ങളെ ഉണ്ടാക്കി. അനേകായിരം ജീവനുകൾ തൽക്ഷണം പൊലിഞ്ഞുപോയി. ഒരേ ശാസ്ത്രത്തിൻ്റെ സമവാക്യമാണ് ഈ 2 ഉദാഹരണങ്ങളിലും പ്രവർത്തിച്ചതെങ്കിലും ഒന്ന് മനുഷ്യരാശിയുടെ
പൂർണ്ണമായ വിനാശത്തെയും മറ്റൊന്ന് മനുഷ്യരാശിക്കെല്ലാം സുഖത്തെ പ്രദാനം ചെയ്യുന്നതുമായി ഭവിക്കുന്നു എന്നതാണ്. ശാസ്ത്രമെല്ലാം ഒന്ന് തന്നെയെങ്കിലും അത് ഏത് പ്രകാരത്തിൽ പ്രയോഗിക്കപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് ലോകക്ഷേമകരമാണോ അല്ലെങ്കിൽ സർവ വിനാശകരമാണോ എന്നെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത്. ഈശ്വരപ്രസാദത്തിനായിട്ട് അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മത്തിലും എല്ലാ ജീവജാലങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് അവരുടെ എല്ലാം ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഇവിടെ പറയുന്ന പലവിധ യജ്ഞങ്ങൾ. അപ്രകാരമുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരെല്ലാം പരമപദത്തിന് യോഗ്യരായിത്തീരുന്നു എന്നുകൂടി ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നു. ഏവം ബഹുവിധാ യജ്ഞ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരം തപ സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത്, ദ്രവ്യമയാത് യജ്ഞാത്, ദ്രവ്യങ്ങളെ കൊണ്ടുള്ള യജ്ഞത്തേക്കാൾ ശ്രേയാൻ ശ്രേയസ്കരമായിട്ടുള്ളത് ജ്ഞാനയജ്ഞഃ, ജ്ഞാനയജ്ഞമാകുന്നു. അല്ലയോ പരം തപ, പരാൻ താപയതി ഇതി പരം തപ എന്നാണ് പറയുന്നത്. പരന്മാരെ തപിപ്പിക്കാൻ കഴിയുന്നവനാണ് പരന്തപൻ. ഇവിടെ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള യജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു അർജുന ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന യജ്ഞം. സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത. എന്തുകൊണ്ടെന്നാൽ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് അതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ അത് ജ്ഞാനത്തിലാണ് ചെന്ന് ചേരുന്നത്, അല്ലെങ്കിൽ കർമ്മങ്ങൾ ജ്ഞാനത്തിലേക്കുള്ള മാർഗമായി തീരുന്നു. ഒരാൾ നിരന്തരമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഈ കർമ്മങ്ങളെല്ലാം തുടക്കത്തിൽ വളരെയധികം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളായിരിക്കും. പക്ഷേ കാലം ചെല്ലും തോറും ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന ഫലം ചിന്തിച്ചു നോക്കിക്കഴിയുമ്പോൾ ആർക്കും അത്ര പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നായിരിക്കില്ല. കാരണം കർമ്മങ്ങളിങ്ങനെ ചെയ്ത് അതിൻ്റെ ഫലത്തിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആഗ്രഹിക്കുന്ന അത്രയും പ്രതിഫലം കിട്ടാതാകുമ്പോൾ അല്ലെങ്കിൽ കർമ്മഫലം കിട്ടാതാകുമ്പോൾ അവർക്ക് ദുഃഖമുണ്ടാകുന്നു. വാസ്തവത്തിൽ ഇപ്രകാരം ദുഃഖമുണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ എന്തിനു വേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ടത് എന്ന്. അപ്പോഴാണ് അയാൾക്ക് ലൗകികതയിലെ വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി ഉണ്ടാകുന്നത്. പിന്നീട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അയാളെ പരമപദത്തിലേക്ക് എത്തുവാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ ആയി മെരുക്കപ്പെടും എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും അവസാനം ജ്ഞാനത്തിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത്. നമ്മുടെ ആദികവിയായ വാൽമീകി മഹർഷി അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിൽ രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഉപജീവനം നേടിക്കൊടുക്കുന്നതിനായിട്ട് കാട്ടുവഴിയിലൂടെ വരുന്ന ആളുകളെയൊക്കെ കൊള്ളയടിച്ചുകൊണ്ടാണ് ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത്. അത് കഴിഞ്ഞാണ് ഒരു നാൾ സപ്തർഷികൾ അതുവഴി വരുന്നതും അവരാൽ ചോദ്യം ചെയ്യപ്പെട്ടതും. എന്തിനാണ് രത്നാകര നീ ഈ കൊടിയ ക്രൂരകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രത്നാകരൻ പറയുന്നത് എനിക്കെൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, അവരെയൊക്കെ പോറ്റണമെങ്കിൽ എനിക്ക് ഈ തൊഴിലേ അറിയുകയുള്ളൂ, ഞാൻ മറ്റെന്ത് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സപ്തർഷികൾ ചോദിക്കുന്നുണ്ട്, നീ ചെയ്യുന്ന ആ സേവനമെല്ലാം കുടുംബത്തിന് വേണ്ടി നല്ല കാര്യം തന്നെയാണ്, പക്ഷേ നീ ചെയ്യുന്ന സേവനത്തിൻ്റെ ഇടയിലൂടെ നിന്നിലേക്ക് കൊടിയ പാപം വന്നു ചേരുന്നുണ്ട്. അത് നീ കൊടുക്കുന്ന ആളുകൾ കൂടി ചേർന്ന് ഭുജിക്കുമോ
എന്നൊരു ചോദ്യം വരുമ്പോഴാണ് ഈ രത്നാകരന് ഒരു സംശയമുണ്ടാകുന്നത്. അപ്പോൾ അത്രയും നാൾ അയാൾ ചെയ്തിരുന്നത് കുകർമ്മമായിരുന്നു എന്നും ഇനി അങ്ങോട്ട് ആ കർമ്മങ്ങൾ ആചരിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ശങ്കയും രത്നാകരൻ്റെ മനസ്സിൽ വന്നു ചേരുകയാണ്. അപ്പോഴാണ് മടങ്ങി ചെന്ന് ഭാര്യയോടും മക്കളോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഈ കിട്ടുന്ന ദ്രവ്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ, അതിനോടൊപ്പം വന്നു ചേരുന്ന പാപത്തെയൊന്നും അവർക്ക് ആവശ്യമില്ല, അതെല്ലാം അവരവർ അങ്ങ് അനുഭവിച്ചു കൊണ്ടാൽ മതി എന്ന് പറയുന്നു. അപ്പോഴാണ് രത്നാകരന് ശരിയായ ബോധമുണ്ടാകുന്നത്. തൻ്റെ കർമ്മങ്ങൾ ഇത്രയും നാൾ മോശമായ പദ്ധതിയിലായിരുന്നു എന്നത് തൻ്റെ മാത്രം ഉത്തരവാദിത്തമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇനിയും ഞാൻ അതുതന്നെ നിർവഹിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് സപ്തർഷികളോട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും നാൾ ഈ രത്നാകരൻ അനുഷ്ഠിച്ച കർമ്മങ്ങൾ അതിൻ്റെ പരിപക്വാവസ്ഥയിൽ എത്തിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഈ മാർഗം ശരിയല്ല, ഞാൻ ഇനി അനുഷ്ഠിക്കേണ്ട മാർഗം മറ്റു ചിലതാണ് എന്നറിയുന്നതിനായിക്കൊണ്ടാണ് സപ്തർഷികളോട് അദ്ദേഹം ചോദ്യം ചെയ്തത്. എല്ലാ ജീവജാലങ്ങളെയും ഈശ്വരപദത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നിയോഗിക്കപ്പെട്ടുള്ളവരാണ് ഋഷിമാർ. അങ്ങനെയുള്ള ആ സപ്തർഷികൾ രത്നാകരന് ശരിയായ മാർഗം ഉപദേശിച്ചു കൊടുത്ത് മരാ മരാ എന്ന് ജപിക്കാനായിട്ട് ഉള്ള മന്ത്രവും ഉപദേശിച്ചു. രാമ രാമ എന്ന് ജപിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വേണ്ട, മരാ മരാ എന്ന് ജപിച്ചാൽ മതി എന്ന് പറഞ്ഞ് അത് വളരെ വർഷങ്ങൾ തന്നെ ജപിക്കപ്പെട്ടപ്പോൾ ആ മരാ മരാ എന്നുള്ള മന്ത്രം രാമമന്ത്രമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും അവസാനം ജ്ഞാനത്തിലേക്കാണ് എത്തിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞഃ പരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. തദ്വിദ്ധി അതിനെ അറിഞ്ഞാലും, ഏതിനെ? പ്രണിപാതേന നമസ്കാരങ്ങളെ കൊണ്ടും, പരിപ്രശ്നേന ജിജ്ഞാസുവായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും, സേവയാ ഗുരു ശുശ്രൂഷ കൊണ്ടും ഒക്കെ സന്തുഷ്ടനാകുന്ന ഗുരു തേ ഉപദേക്ഷ്യന്തി ജ്ഞാനം, അവരെ ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുക്കും. ജ്ഞാനിനഃ തത്വദർശിനഃ, ആ ജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ തത്വദർശികളായ ജ്ഞാനികൾ തേ നിനക്കായിക്കൊണ്ട് ജ്ഞാനം ഉപദേക്ഷ്യന്തി, അവർ ജ്ഞാനം ഉപദേശിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ശിഷ്യൻ ഒരു ഗുരുവിനെ സമീപിച്ച് ജ്ഞാനം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഗുരുവിനെ മനസ വാച കർമ്മണ നമസ്കരിക്കണം. കൂടാതെ ഗുരു ഉപദേശിക്കുന്ന അറിവുകളിൽ ജിജ്ഞാസയുള്ളവനായിട്ട് സംശയ നിവാരണം നടത്തണം. പിന്നീട് ആ ഗുരുവിന് ഭൗതികമായി എന്തെല്ലാം ആവശ്യമുണ്ടോ അത് തന്നാലാവും വിധമെല്ലാം ചെയ്തു കൊടുക്കണം. അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ നമസ്കാരം കൊണ്ടും ജിജ്ഞാസയോടെയുള്ള ചോദ്യങ്ങൾ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ഒക്കെ സന്തുഷ്ടനായിരിക്കുന്ന ഗുരു തനിക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ജ്ഞാനം തന്നെ ആ ശിഷ്യന് ഉപദേശിക്കും എന്നാണ് പറയുന്നത്. അപ്പോഴാണ് സംശയം, നമ്മൾ
ഈ കാണുന്ന എല്ലാവരെയും ഗുരുവായിട്ട് സ്വീകരിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? ഈ ഗുരുക്കന്മാരുടെ ഇടയിലും ചില വ്യത്യാസങ്ങളുണ്ട്. ചിലർക്ക് ബാഹ്യമായ രീതിയിൽ എല്ലാവരുടെയും മുൻപിൽ ഗുരുവാണെന്ന് കാണിക്കുന്നതിലായിരിക്കും താല്പര്യം. മറ്റു ചിലർക്ക് അങ്ങനെയല്ല, ബാഹ്യമായ കാണിക്കലുകൾക്കൊന്നും മെനക്കെടാതെ ആന്തരികമായി സ്വയം ഉയരുവാനായിട്ട് പരിശ്രമിക്കുന്നവരുണ്ട്. അവരെയാണ് ഇവിടെ ജ്ഞാനിനഹ തത്വദർശിനഹ, സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവരായ ഗുരുക്കന്മാർ. അവർ എല്ലായ്പ്പോഴും ശിഷ്യൻ്റെ ഉന്നമനത്തിനായിക്കൊണ്ട് ചിന്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ആ ശിഷ്യന് ഏറ്റവും ശ്രേയസ്കരമായ അറിവിനെ പോലും ഇപ്രകാരം ഉപദേശിച്ചു കൊടുക്കും. ആ അറിവ് ലഭിക്കുന്ന ശിഷ്യൻ പരമപദത്തെ പ്രാപിക്കുന്നതിന് ഏറ്റവും എളുപ്പം യോഗ്യനായി ഭവിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യതോ മയി. ഏവം ജ്ഞാത്വാ, ഇപ്രകാരം അറിഞ്ഞിട്ട് എന്ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ, ഏതൊന്നിനെ അറിഞ്ഞാലാണോ വീണ്ടും ഈ മോഹാവസ്ഥയെ പ്രാപിക്കാത്തത്, ഇപ്രകാരം പ്രാപിക്കാത്തത്, യേന ഭൂതാനി അശേഷേണ ദ്രക്ഷ്യസി, ഏതൊന്നിനെയാണോ ഈ അശേഷേണ ഭൂതാനി എല്ലാ ജീവജാലങ്ങളിലും ദ്രക്ഷ്യസി കാണുന്നത്, ആത്മനി അധഃ മയി, എന്നിലും അപ്രകാരം നിനക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യജ്ഞാത്വ, ഈ പറഞ്ഞ പരമമായ പദത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇപ്രകാരം നീ മോഹത്തെ പ്രാപിക്കുകയില്ല. ഇപ്പോൾ നീ ഏത് പ്രകാരത്തിലുള്ള മോഹത്തെ പ്രാപിച്ചുവോ അങ്ങനെയുള്ള മോഹത്തെ നീ വീണ്ടും പ്രാപിക്കുകയില്ല. ഈ അറിവ് നിനക്കുണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളിലും ആത്മാവിലും എല്ലാം നീ എന്നെ തന്നെ ദർശിക്കും, അല്ലെങ്കിൽ എല്ലാം ഒന്നു തന്നെയായിരിക്കുന്ന ഈശ്വര ചൈതന്യമാണ് എന്നുള്ള സാക്ഷാത്കാരം നിനക്കുണ്ടാവും. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം ഈശ്വരനാണെന്നും എന്നിലും ആ ഈശ്വരഭാവത്തെ ദർശിക്കുവാനും നിനക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഏതൊരു ജ്ഞാനത്തെ സിദ്ധിച്ചാലാണോ നീ വീണ്ടും ഈ വിധം മോഹത്തെ പ്രാപിക്കാത്തത്, ആ ജ്ഞാനം ഉള്ളതുകൊണ്ട് സകല ചരാചരങ്ങളെയും നീ നിന്നിലും എന്നിലും ദർശിക്കുവാൻ യോഗ്യനായി ഭവിക്കും. ഉദാഹരണമായിട്ട് ഉദിച്ച് ഉയർന്നു നിൽക്കുന്ന സൂര്യൻ ഓരോരോ ജലാശയങ്ങളിലും ഓരോരോ പ്രതിബിംബത്തെ ഉണ്ടാക്കുന്നു. എന്നാൽ ഈ പ്രതിബിംബങ്ങൾ വാസ്തവത്തിലുള്ള സൂര്യനാണോ എന്ന് ചിന്തിച്ചാൽ ഒരിക്കലുമല്ല. ഏതേത് പാത്രങ്ങളിലാണോ ഈ ജലം എടുത്തിരിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ കാണുന്നതായിട്ടാണ് നമുക്ക് സൂര്യനെ ദർശിക്കാൻ കഴിയുക. എന്നാൽ എപ്പോഴാണോ ആ പാത്രം ഇല്ലാതാവുന്നത് അപ്പോൾ ആ പ്രതിബിംബിച്ച് നിന്ന സൂര്യനും ഇല്ലാതാവും. എന്നാൽ വാസ്തവത്തിലുള്ള സൂര്യൻ ഇല്ലാതാവുന്നുണ്ടോ? അതുമില്ല. ആ സൂര്യൻ അപ്പോഴും അവിടെ തന്നെ ഉണ്ടാകുന്നു. ഇപ്രകാരം പരമാത്മാവിൻ്റെ ചൈതന്യവും ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവായി അല്ലെങ്കിൽ ജീവചൈതന്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ആ ചരാചരങ്ങളിലും നിന്നിലും എന്നിലും എല്ലാം ഒരേ ഈശ്വരനെ ദർശിക്കുവാനായിട്ട് സാധിക്കും എന്നുകൂടി ഭഗവാൻ ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നു. ഏവ യജ്ഞാത്വാന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ യേന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസ്യാത്മന്യതോ മയി അഭിച്ഛേദസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി
അഭിചേത് അസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേന ഏവ വൃജിനം സന്തരിഷ്യസി. അഭിചേത് അസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ. സർവേഭ്യഃ പാപേഭ്യഃ, എല്ലാ പാപികളിലും വച്ചിട്ട് പാപകൃത്തമഃ, ഏറ്റവും വലിയ പാപിയായിരിക്കുന്നവനായിട്ടിരിക്കുന്നവനും അസി ചേതപി, അങ്ങനെ ചെയ്യുന്നവനായാൽ പോലും ജ്ഞാനപ്ലവേനൈവ സർവം വൃജിനം സന്തരിഷ്യസി, അയാൾക്ക് ജ്ഞാനമുണ്ടാകുമ്പോൾ എല്ലാ പാപത്തെയും തരണം ചെയ്യുവാൻ അയാൾക്ക് സാധിക്കുന്നു. അപ്പോൾ പാപികളിൽ വെച്ച് ഏറ്റവും കൊടിയ പാപിയായിരുന്നാൽ പോലും അയാൾ ഇപ്രകാരം ജ്ഞാനമാർഗത്തിലേക്ക് എത്തി ആ ജ്ഞാനം സ്വായത്തമാക്കി കഴിഞ്ഞാൽ അയാളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ പാപമാകുന്ന സമുദ്രത്തെ അനായാസമായിട്ട് തരണം ചെയ്യുന്നു. ഏതെല്ലാം കർമ്മങ്ങൾ മൂലം എന്തെല്ലാം പാപങ്ങൾ നമ്മളുടെ ഈ ജീവാത്മാവിലേക്ക് ആരോപിക്കപ്പെട്ടിരുന്നാലും അതെല്ലാം ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചു കഴിയുന്ന ഒരു യോഗിക്ക് ആ പാപങ്ങൾ എല്ലാം ഇല്ലാതായി തീരുന്നു എന്നാണ് പറയുന്നത്. ഭാഗവതത്തിലെ അജാമിളൻ എന്നു പേരായ ബ്രാഹ്മണൻ, അയാൾ കൊടിയ പാപങ്ങളൊക്കെ ചെയ്യുന്നവനായിരുന്നു എങ്കിൽ പോലും അവസാന കാലത്ത് ഭഗവത് സ്മൃതിയോടുകൂടി നാരായണ നാമം ഉച്ചരിക്കുവാൻ സാധിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അയാളുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി എന്ന് ഭാഗവതം ഉദ്ഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്താണോ നമുക്ക് ഈ ജ്ഞാന ലബ്ധി ഉണ്ടാകുന്നത്, അപ്പോൾ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുവാനുള്ള അഗ്നി ആ ജ്ഞാനം തന്നെ നമുക്ക് പ്രദാനം ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അഭിച്ഛേദസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സന്തരിഷ്യസി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.